എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹിന്ദിയിൽ എങ്ങനെ ഫുൾ മാർക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ്. അടുത്തതായി നമുക്ക് വരാൻ പോകുന്നത് ആഫീൽ എക്സാമിനേഷൻ ആണ്. അതിൽ നമുക്ക് ഫുൾ മാർക്ക് ഏറ്റവും ചുരുങ്ങിയത് A+ കിട്ടാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഫീലിലേക്ക് നമുക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നോക്കൂ മക്കളെ, രണ്ടാമത്തെ യൂണിറ്റിന്റെ അവസാനത്തെ പാഠമായ സബ്സെ ബഡേ ഷോമൻ എന്ന ജീവനിയാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം. അത് നമ്പർ എഴുതി വരികയാണെങ്കിൽ ക്രമമായി വരുമ്പോൾ 5ാമത്തെ പാഠമാണ് വരുന്നത്. ഓക്കെ, അടുത്തത് 6ാമത്തെ പാഠമായി വരുന്നത് യൂണിറ്റ് 3 ആണ്. അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞ അടുത്തത് ആ കവിതയാണ്. പിന്നീട് വരുന്നത് 3ാമത്തെ യൂണിറ്റിലെ അടുത്ത പാഠം വരുന്നത് ഠാക്കൂർ കാ കുആമാണ്, കഹാനിയാണ്. 4ാമത്തെ യൂണിറ്റിലെ വസന്ത് മേരെ ഗാവക്ക എന്ന ലേഖനവും ദിശാഹീൻ ദിശ എന്ന് പറഞ്ഞ യാത്രാവൃത്തും. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്പർ 9 തുടർച്ചയായി വരുമ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 പാഠം കൂടിയാണ്. അത് 5ാമത്തെ യൂണിറ്റ് ആണ്. 5ാമത്തെ യൂണിറ്റിൽ 2 പാഠം കൂടി കഴിയുമ്പോൾ ടോട്ടൽ 11 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്, 15 പാഠങ്ങളാണുള്ളത്. 5 യൂണിറ്റിലെയും ഓരോ അവസാനത്തെ പാഠം പഠിക്കാതെ വരുമ്പോൾ 11 ചാപ്റ്റർ ആയി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പാഠം പഠിക്കാൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആകെ പഠിക്കാനുള്ളത് കവിത ആഫിയറിലേക്ക് ഒറ്റ കവിതയാണ്. അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയാണ്. 40 മാർക്കിന്റെ കവിത പരീക്ഷയിൽ കവിതയിൽ നിന്ന് നമുക്ക് 7 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു. 4 മാർക്കിന്റെ ഒരു സമ്മറി എഴുതാനുണ്ടാവും കവി പരിചയ സാത്ത്. പിന്നെ 2 മാർക്കിന് നമുക്ക് അതിൽ നിന്ന് 1 മാർക്കിന്റെ ഒരു ചോദ്യവും 2 മാർക്കിന്റെ മറ്റൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ 40 മാർക്കിൽ ഈ അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയ്ക്കകത്ത് കൃത്യമായി നമ്മൾ ക്ലാസ് തന്നിട്ടുണ്ട്, യൂട്യൂബിലും ആപ്പിലുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സമ്മറി ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്ന രീതിയിൽ നമ്മൾ 7 മാർക്ക് അവിടെ സെറ്റാക്കി ഉറപ്പിക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സബ്സെ ബഡേ ഷോമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പ് വഴിയും യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുക. ഠാക്കൂർ കാ കുആം വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ പഠിക്കാനുള്ളൂ, അത് പഠിക്കുക. പിന്നെ നമ്മൾ വസന്ത് മേരെ ഗാവക്ക വളരെ കുറച്ച് 2-3 ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുള്ളൂ. ദിശാഹീൻ ദിശ അതുപോലെ. ഓക്കെ, അത് നമ്മൾ എടുക്കാനിരിക്കുന്നുള്ളൂ. ഇത്രയും പാഠങ്ങള് ക്വസ്റ്റ്യൻ ആൻസർ. അതേ സ്ഥാനത്ത് ക്വാർട്ടർലി എക്സാം ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ടായിരുന്നു. അതായത് വീർബഹൂട്ടി എന്ന് പറഞ്ഞ പാഠങ്ങളിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ട്. എന്നാൽ ആഫിയറിൽ ചാപ്റ്ററുകൾ ഇത്രയാണെങ്കിലും 5 ചാപ്റ്റർ ആണെങ്കിലും വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളൂ. സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം സർ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കേണ്ടതുണ്ട്. ഈ 5 ചാപ്റ്ററിലെയും പാഠഭാഗങ്ങൾ 2-3 തവണ നമ്മൾ വായിക്കണം. അപ്പോൾ മാത്രമേ വാക്കുകളെ നിങ്ങൾക്ക് മനസ്സിലേക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാൻ കഴിയുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ പല കുട്ടികളും ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നമുക്ക് ആശയങ്ങളോടുകൂടി ക്വസ്റ്റ്യൻ ആൻസർ നിൽക്കുന്നതിന് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ചാപ്റ്ററും നിങ്ങൾ 2-3 തവണ വായിച്ചതിന് ശേഷം ആ പാഠഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ഏത് എന്നുള്ളത് വായിച്ചു പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. അങ്ങനെ വായിച്ച് പഠിച്ചതിന് ഒരു തവണ നമ്മൾ പരീക്ഷാ പേപ്പറിൽ എഴുതുന്നത് പോലെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ പേപ്പറിൽ ഒന്ന് എഴുതി നോക്കുക. അപ്പൊ എവിടെയാണ് എനിക്ക് പ്രയാസപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ ശേഷം അവിടെ നമ്മൾ ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അത് സെറ്റ് ആവും. അപ്പോൾ ഈ 5 പാഠങ്ങളൂടി വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളെ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കുട്ടികൾ പറയുന്നു, സാർ എനിക്ക് വായിക്കാൻ അറിയാം, സ്വന്തമായി സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസങ്ങളുണ്ട്. അതിന് ഞാൻ പറഞ്ഞിരുന്നത്, പ്രധാനമായിട്ട് ഈ വിഭക്തി പ്രത്യയിൽ ഇപ്പോൾ കാണുന്ന ഈ 9 അക്ഷരരൂപങ്ങളുടെ അർത്ഥങ്ങൾ ഈ കാണുന്നത് ഒന്ന് ബൈഹാർട്ട് ആക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലേക്ക് വരുന്ന ആശയങ്ങളെ കോർത്തിണക്കി സെന്റൻസ് ആക്കാൻ പറ്റുള്ളൂ. ഇത് മാത്രം പോരാ, വളരെ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടത് മറ്റൊന്നാണ് സർവനാമങ്ങളാണ്. ഇത് ഈ കാണുന്ന 15 എണ്ണം. ഈ 15 എണ്ണത്തിന്റെ അർത്ഥം വിഭക്തി പ്രത്യയങ്ങളുടെയും സർവനാമങ്ങളുടെയും 15 സർവനാമങ്ങളുടെ 9 വിഭക്തി പ്രത്യയങ്ങളുടെ അർത്ഥം കൃത്യമായിട്ട് ബൈഹാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച കുട്ടി, ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച കുട്ടി എന്ന നിലയ്ക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പരീക്ഷയിൽ എല്ലാ ചോദ്യങ്ങൾക്കും മനോഹരമായി പെർഫോം ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുന്നില്ല എന്നുള്ളതാണ് പ്രയാസം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് അർത്ഥം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണുക, ആപ്പിലെ ക്ലാസ്സുകൾ കാണുക. ആപ്പിലൊക്കെ ഓരോ വാക്കുകളെയും അർത്ഥം പറഞ്ഞുകൊണ്ടാണ് ബാബു സാർ ക്ലാസ് എടുത്തിരിക്കുന്നത്. അത് കണ്ടതിന് ശേഷം, അത് കേട്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അർത്ഥം അതുപോലെ പറയാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാ വാക്കുകൾക്കും നമ്മൾ അർത്ഥം എഴുതി നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ അങ്ങനെ എഴുതി പഠിക്കണം. അപ്പൊ നമ്മൾ ഓരോ വാക്കുകളുടെയും പ്രയോഗം കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ സാറ് മൊത്തത്തിൽ ഒരു വരി വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു പോകുന്ന സിസ്റ്റം അല്ല. ഓരോ വാക്കിനെയും അങ്ങനെ പറഞ്ഞു തന്നെ പോകുന്നു.
അപ്പൊ നിങ്ങൾ അത് ആ രീതിയിൽ തന്നെ ആപ്പിലൊക്കെ കൃത്യമായിട്ട് ചാപ്റ്റർ നമ്മൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് കേൾക്കുക, എന്നിട്ട് അതിനുശേഷം സ്വന്തമായിട്ടൊന്ന് വായിക്കുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരിക. ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചതിന് ശേഷം ഒന്ന് എഴുതി നോക്കുക. എഴുതിയതിനു ശേഷം എവിടെയാണോ പ്രയാസമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഒന്ന് പഠിച്ച് എഴുതുക. സ്വന്തമായി നിങ്ങളുടേതായ ചില വരികൾ എഴുതേണ്ടി വരുമ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ ഈ വിഭക്തി പ്രത്യയത്തിന്റെ അർത്ഥവും സർവനാമങ്ങളുടെ അർത്ഥവും ഒന്ന് കാണാതെ പഠിക്കുക എന്നുള്ളത്. പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് അകാലോ റിസ്കേ ബാദ് എന്ന കവിതയുടെ ഒറ്റ സമ്മറി തന്നിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കിന്റെ 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ എഴുതുന്നതോടുകൂടി അതിൽ നമുക്ക് 7 മാർക്ക് സ്വന്തമാകുന്നു. ബാക്കി നമുക്കുള്ളത് 33 മാർക്കുകളാണ്. അത് ഈ രീതിയിൽ വായിച്ചാൽ സ്വന്തമാക്കാവുന്നുള്ളൂ. അപ്പോൾ ടെൻഷൻ അടിക്കാതെ റിലാക്സ് ആയിട്ട് പഠിക്കുക. ഒന്നാമത്തെ കാര്യം ടെക് പാഠം നമുക്ക് നന്നായിട്ട് വായിക്കണം. രണ്ടാമത്തത് അതിനുശേഷം നമ്മൾ അർത്ഥം പറഞ്ഞു നോക്കി വായിച്ചു നോക്കുക. മൂന്നാമത് അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരിക. നാലാമത് ആ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പേപ്പറിൽ എഴുതി നോക്കുക. അഞ്ചാമത് വിഭക്തി പ്രത്യയം സർവനാമങ്ങൾ കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പരീക്ഷയിൽ സുന്ദരമായ മാർക്ക്, നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് സുന്ദരമായി കിട്ടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആഫിയറിലേക്ക് എല്ലാവർക്കും ഹിന്ദിയിൽ ഫുൾ മാർക്ക് സ്വന്തമാക്കണം. ബൈ.